2029 ഏപ്രിലാണ് ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയൊരു വിജയം നേടുക, വൻ വിജയം അവിടെ നേടുക എന്നൊരു ലക്ഷ്യം ഇപ്പോൾ തന്നെ BJPക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തിയതോടുകൂടിയാണ് തിരുവനന്തപുരം നഗരസഭ BJP അവിടെ വലിയൊരു ഭൂരിപക്ഷത്തിൽ പിടിച്ചത്. കൂടാതെ കേരള നിയമസഭയിൽ 3 MLA-മാരെയാണ് BJPക്ക് ലഭിച്ചത്. അത് കൃത്യമായി തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ടീം വലിയ രീതിയിൽ ഒരു വർക്ക് ചെയ്തു. ടീം വർക്കിന്റെ ഒരു പ്രയത്നം അല്ലെങ്കിൽ ഒരു വിജയമാണ് തിരുവനന്തപുരം നഗരസഭയും അതോടൊപ്പം തന്നെ കേരള നിയമസഭയിൽ 3 BJP-മാരെ MLA ആയിട്ട് കേരളത്തിന് കിട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും ഒരു ശക്തമായ ഒരു പദ്ധതി അത് ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങാനുള്ള ഒരു നീക്കമാണ്. ഇപ്പോൾ 2 വർഷമുണ്ട് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. ആ സമയത്ത് തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു ആസൂത്രണമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു ആസൂത്രണം നേരത്തെ തന്നെ ഉണ്ടായത് കൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ BJPക്ക് നല്ല രീതിയിൽ വോട്ട് വിഹിതം കൂട്ടാൻ സാധിച്ചതും അവിടെ ജയിക്കാൻ സാധിച്ചതും. നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന BJPയിൽ നേതൃത്വ ക്ലാസും പരീക്ഷയും നടത്തുമെന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ BJPയിൽ ഇനിയൊരു നേതാവാവണമെങ്കിൽ, ഏതൊരു വ്യക്തിക്കും ഇനിയിപ്പോൾ നേതാവാവണമെങ്കിൽ വെറുതെ നേതാവാകാൻ പറ്റില്ല. അതിനൊരു നേതൃത്വ ക്ലാസ്സുമുണ്ട്, പരീക്ഷയുമുണ്ട്. ആ പരീക്ഷ, അതായത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷ പാസ്സായാൽ, വിജയിച്ചാൽ മാത്രമേ ഇനി ആ വ്യക്തിക്ക് BJPയിൽ ഒരു നേതാവായിട്ട് ഒരു പരിഗണന ഉള്ളൂ. സംഘടനയെക്കുറിച്ച് ബോധ്യമുള്ള, നേതൃപാഠവുമുള്ള നേതാക്കളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പിലായിരിക്കും ക്ലാസും പരീക്ഷയും സംഘടിപ്പിക്കുക. മണ്ഡല അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസും പരീക്ഷയും നടക്കാൻ പോകുന്നത്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള നേതാക്കൾ മുതൽ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നൊരു നിർദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടുള്ളത്. പഠന ക്ലാസ്സിന് ശേഷമായിരിക്കും പരീക്ഷ നടത്തുക. അത് മൊത്തത്തിൽ എല്ലാ BJPയുടെ നേതാക്കന്മാരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നൊരു നിർദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. പരീക്ഷ പാസ്സാകുന്നത് നിർബന്ധമാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ക്ലാസും പരീക്ഷയും സംഘടിപ്പിക്കുക എന്നത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് പുറത്തുനിന്നുള്ള ആരും ആയിരിക്കില്ല ഈ BJPക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ക്ലാസും പരീക്ഷയും സംഘടിപ്പിക്കാൻ പോകുന്നത്. മിക്കവാറും ക്ലാസ് എടുക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും. പ്രശിക്ഷൺ ശിബിരം എന്നൊരു നേതൃത്വത്തിൽ, അല്ലെങ്കിൽ പ്രശിക്ഷൺ ശിബിരം എന്നാണ് ഈ ഒരു ക്ലാസ്സിനും ഈ ഒരു പരിപാടിക്കും രാജീവ് ചന്ദ്രശേഖർ പേരിട്ടിരിക്കുന്നത്. സംഘടനാപരമായ ക്ലാസുകളും ആശയപരമായ ക്ലാസുകളും സംഘടിപ്പിക്കും. ഇതിനു പുറമെ ഡിജിറ്റൽ സാക്ഷരത ഉറപ്പിക്കുന്നതിനുള്ള ക്ലാസുകളും ഉണ്ടാകും. നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത ഉണ്ടായിരിക്കണമെന്ന ലക്ഷ്യമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം രാജ്യത്ത് വലിയ രീതിയിൽ ഡിജിറ്റൽ സാക്ഷരത വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ BJPയുടെ നേതാക്കന്മാർക്ക് ഡിജിറ്റലിൽ ഉപയോഗിക്കാൻ അറിഞ്ഞൂടെങ്കിലോ ഡിജിറ്റലുമായി ബന്ധപ്പെട്ട് വലിയ സാക്ഷരത ഇല്ലെങ്കിൽ അത് വലിയൊരു നാണക്കേട് തന്നെയായിരിക്കും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റുള്ള, അതായത് ഇടതുപക്ഷത്തിനെയും അതോടൊപ്പം തന്നെ UDF-നെയും ഒക്കെ കോൺഗ്രസിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഒരു നീക്കം നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം BJP വലിയ രീതിയിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചത്. അതായത് അവരുടെ പ്രധാന വാഹനങ്ങളിലടക്കം QR കോഡ് സെറ്റ് ചെയ്യുകയും BJPയുടെ നേതാക്കൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഓരോ വീടുകളിലും കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ലഘുരേഖകളിൽ പോലും ഈ ബാർകോഡ് സംവിധാനം ഉൾപ്പെടെ QR കോഡ് സംവിധാനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടാതെ അതിൻ്റെ ലിങ്കുകൾ, വെബ്സൈറ്റിൻ്റെ ലിങ്കുകൾ അല്ലെങ്കിൽ ആപ്പ്, അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഉണ്ടായിരുന്നു. അതായത് ജനങ്ങൾക്ക് പരാതിപ്പെടാനുള്ള ഒരു ഏറ്റവും എളുപ്പമായ അല്ലെങ്കിൽ ഏറ്റവും അനായാസമായ ഒരു മാർഗമായിട്ടാണ് BJP ഡിജിറ്റൽ മേഖലയെ കാണുന്നത്. കാരണം ഒരു പരാതി, ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആ കൗൺസിലറെ വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് പരാതി പറയണം, അല്ലെങ്കിൽ പരാതി മുഖേനയുള്ള കത്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സമയമുണ്ടാവും. ആ സമയത്തൊക്കെ വലിയ രീതിയിലൊരു ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ഓരോ ദിവസവും വർദ്ധിക്കുന്ന അല്ലെങ്കിൽ കൂടുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഏത് ജനത്തിനാണോ ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ഏത് ജനത്തിനാണോ അവരുടെ ചുറ്റുപാടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെ തന്നെ ആപ്പ് എടുക്കുക, BJP അറിയിക്കുക, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് BJPയുടെ MLA അല്ലെങ്കിൽ പാർട്ടി അറിയിച്ചാൽ അവർക്ക് വേണ്ട ഒരു പരിഹാരം പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. അങ്ങനെയാണ് ഒരു ഡിജിറ്റൽ സംവിധാനം തെരഞ്ഞെടുപ്പിൽ സമയത്ത് കൊണ്ടുവന്നത്. ആ ഒരു ഡിജിറ്റൽ സംവിധാനമായിരിക്കും ഇനിയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം നടത്താൻ പോകുക എന്നാണ് BJP പറയുന്നത്. പാർട്ടിയുടെ ആപ്പ് കൈകാര്യം ചെയ്യാൻ എല്ലാവരും പ്രാപ്തരായിരിക്കണം. അത് മുതിർന്നവരെന്നോ അല്ലെങ്കിൽ ജെൻസികളെന്നോ പ്രായമായവർക്കോ അങ്ങനെ ഒരു വേർതിരിവില്ല.
പ്രായമായവർ മുതൽ ജെൻസികൾ വരെ BJP-യിൽ അംഗങ്ങളായിട്ടുള്ളവരെല്ലാം ആ ആപ്പ് അല്ലെങ്കിൽ നേതാക്കന്മാരെല്ലാം ആപ്പ് ഉപയോഗിക്കാൻ 100% പ്രാപ്തരായിരിക്കണം എന്നൊരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നൽകിയത്. ആപ്പിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. പഠന ക്ലാസ്സിന് ശേഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വത്തമത്താക്കിയോ എന്നറിയാനാണ് ഒരു പരീക്ഷയിൽ നേതാക്കൾ പാസ്സായിരിക്കണം. കൂടാതെ 280 മണ്ഡലങ്ങളിലും പരീക്ഷ നടത്താനാണ് ഇപ്പോൾ BJP-യുടെ തീരുമാനം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ പ്രത്യേക പദ്ധതി BJP തയ്യാറാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആ മണ്ഡലത്തിന്റെ ചുമതല നൽകി പ്രഭാരിമാരായി നിയമിക്കാനാണ് BJP-യുടെ നീക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളിലെ BJP ആ മണ്ഡലങ്ങളിലാണ് BJP ഒരു പുതിയൊരു പരീക്ഷണം നടത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പ്രഭാരിയായിരുന്നു. ഈ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്നാണ് നിലവിൽ BJP-യിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാരണം അന്ന് രാജീവ് ചന്ദ്രശേഖർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രഖ്യാപിച്ചത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു മികച്ച ഒരു നീക്കം അല്ലെങ്കിൽ ഒരു മത്സരം രാജീവ് ചന്ദ്രശേഖറിന് കാഴ്ചവെക്കാൻ സാധിച്ചു. കാരണം ആ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രകടനം കണ്ടിട്ട് ശശി തരൂർ വരെ ഞെട്ടുന്നൊരു കാഴ്ച ഉണ്ടായി. BJP-ക്ക് അവസാനം അടിപതറിയത് ഈ തുറമുഖ മേഖലയിലാണ് BJP-ക്ക് അടിപതറിയതെന്നതാണ് ഏറ്റവും പ്രധാനം. ആറ്റിങ്ങലിൽ K. സുരേന്ദ്രനെയും, പത്തനംതിട്ടയിൽ അനൂപ് ആന്റണിയെയും, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെയും, അല്ലെങ്കിൽ സന്ദീപ് വചസ്പതി, കൊല്ലത്ത് ചാത്തന്നൂരിൽ MLA ആയ BB ഗോപകുമാർ എന്നിവരെയാണ് പ്രഭാരിമാരായി പരിഗണിക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ പ്രഭാരിമാരെയെല്ലാം ഓരോ മണ്ഡലത്തിൽ നിയമിച്ചതിന് ശേഷം അവിടെ ഈ പ്രഭാരിമാർ പൂർണ്ണ സമയം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അവരവിടെ ക്യാമ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരവിടെ പൂർണ്ണ സമയം 24 മണിക്കൂറും അവിടെ ഉണ്ടാകുക എന്നൊരു നിർദ്ദേശം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. നിങ്ങൾ വീടെടുത്ത് അവിടെ വാടക താമസിക്കുകയോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ താമസിക്കുകയോ എങ്ങനെയായിരുന്നാലും അവിടെ 24 മണിക്കൂറും ഈ പ്രഭാരിമാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. അവിടെ അവർ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കണം. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളടക്കം അവർ കൃത്യമായി തന്നെ ഏകോപിപ്പിക്കണം എന്നൊരു കർശനമായ നിർദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖർ എല്ലാ പ്രഭാരിമാർക്കും നൽകാനായിട്ട് പോകുന്നത്.